ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു മൈക്രോ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനെ മൈക്രോസ്കോപ്പിക് എന്നുകൂടി പറയാറുണ്ട്, ഓർ മൈക്രോ സ്റ്റേറ്റ്. ഈ രണ്ട് രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഓർ മാക്രോ സ്റ്റേറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു റിലേഷനാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ടാക്റ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഇതിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോ സ്റ്റേറ്റിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ സിസ്റ്റത്തിന് ഞാൻ A1 എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു, രണ്ടാമത്തെ സിസ്റ്റത്തിന് ഞാൻ A2 എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു. A1 എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് N1, വോളിയം V1, അതുപോലെ എനർജി എന്ന് പറയുന്നത് E1. A2 എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ N2, V2, E2. അതുപോലെ ഇതിനെ ഡിഫൈൻ ചെയ്തുള്ള മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ω1, ദാറ്റ് ഈസ് N1, V1, E1 എന്നതിൻ്റെ ഫങ്ഷൻ ആയിരിക്കും ω1 എന്ന് പറയുന്നത്. അതുപോലെ ω2 എന്നതാണ് രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള മൈക്രോ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് N2, V2, E2 എന്ന്. അപ്പോൾ ഇത്രയും റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് സിസ്റ്റത്തെയും ഒരു പാർട്ടീഷൻ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 കേസുകളായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, പാർട്ടീഷൻ എന്ന് പറയുന്നത് ഈസ് ഇംപെർമിയബിൾ ഫിക്സഡ് ബട്ട് ഈച്ച് കണ്ടക്റ്റിംഗ്. അതായത് പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇംപെർമിബിൾ ആണ്, അതുപോലെ ഫിക്സ്ഡ് ആണ്, ബട്ട് ഈച്ച് കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഈ രണ്ട് ഫിസിക്കൽ സിസ്റ്റവും സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അതായത് ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം പൊസിഷനിലാണ്, ഈ ഒരു സിസ്റ്റം എന്താണ്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇനി നമ്മൾ പാർട്ടീഷനിലേക്ക് വരികയാണ്. പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇംപെർമിബിൾ ആണ്. ഇംപെർമിബിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഒന്നാമത്തെ സിസ്റ്റത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് രണ്ടാമത്തെ സിസ്റ്റത്തിലേക്കോ രണ്ടിൽ നിന്ന് ഒന്നിലേക്കോ തിരിച്ചു വരുന്നില്ല. അതായത് N1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ N2 എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷൻ ഒന്നുകിൽ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വോളിയം എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ V2 എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈച്ച് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു വാളാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനർജി വിൽ ബി ട്രാൻസ്ഫർ ഫ്രം വൺ സിസ്റ്റം ടു അനദർ. സോ നമുക്ക് E1 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് E1 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ E1 ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ്, അതുപോലെ E2 എന്ത് ചെയ്യും, അവിടെ ചേഞ്ച് ചെയ്യും, അതായത് അവിടെ ഇൻക്രീസ് ചെയ്യും. സോ E1ഉം E2ഉം അവിടെ വേരി ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ദറ്റ് ഈസ് E1 പ്ലസ് E2 ആയിരിക്കും. ദറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതൊരു എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് E1 എന്ന് പറയുന്ന എനർജി രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിലുള്ള എനർജി ഒന്നാമത്തെ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് E0 എന്ന് പറയുന്നത് E1 പ്ലസ് E2 എന്നതിന് ഈക്വൽ ആയിരിക്കും. ആ എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പോസിറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കോമ്പോസിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ A0 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 എന്നതായിരിക്കും. രണ്ട് സിസ്റ്റം കൂടി കൂടിയിട്ടുള്ളൊരു മൊത്തം സിസ്റ്റം, അതിൻ്റെ എനർജി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും E0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് E1 പ്ലസ് E2. അപ്പോൾ ഒരു കോമ്പോ സിസ്റ്റമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. A0 ആയിട്ടുള്ള ഒരു കോമ്പോ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E0 ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ രണ്ട് ഫിസിക്കൽ സിസ്റ്റം നമ്മളുടെ A1 A2 എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E1 വേരി ചെയ്യുന്നുണ്ട്, അതുപോലെ E2 എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒന്നാമത്തെ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ω1 ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് N1,
V1. അതുപോലെ എനർജി E1. എനർജി എന്ന് പറയുന്നത് അവിടെ വേരി ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. സോ E1. അതുപോലെ രണ്ടാമത്തെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് N2 V2 E2 എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോംബോ സിസ്റ്റം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ω0 ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് N, E, V ദാറ്റ് ഈസ് ഈക്വൽ ടു ω1 ഇൻറ്റു ω2 എന്നതായിരിക്കും. ഇവിടെ ω1 എന്ന് പറഞ്ഞതും ω2 എന്ന് പറഞ്ഞതും ഇതാണ്. അതിൽ N1 V1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, N2 V2 എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും? E1ഉം E2 ആയിരിക്കും. ദാറ്റ് ഈസ് ω1 E1 ω2 E2. സോ നമുക്ക് ഈ കോംബോ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ E1 ആൻഡ് E2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് E0 ഈക്വൽ ടു E1 പ്ലസ് E2 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫ്രം ദിസ് E1 ഈക്വൽ ടു അല്ലെങ്കിൽ E2 ഈക്വൽ ടു E0 മൈനസ് E1 എന്നതാണ്. E0 മൈനസ് E1 എന്നതാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ച് E2 നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ω1 E1 ഇൻറ്റു ω2 E0 മൈനസ് E1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് E0 E1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. കാരണം E1ൻ്റെയും E0ൻ്റെയും ക്വാണ്ടിറ്റി മാത്രമായിട്ട് ഇവിടെ എന്ത് ചെയ്തു നമ്മൾ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. ഫ്രം ദിസ് മീനിങ് E1 എന്ന് പറയുന്നത് വേരിയിങ് ആണ്, E0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ω0 E1നെ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷനാണ് നമ്മളിവിടെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ E1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിലേഷൻ വെച്ചിട്ട്, അതായത് ഇക്വേഷൻ നമ്പർ 3 വെച്ചിട്ട് മാക്സിമം മൈക്രോ സ്റ്റേറ്റ് എപ്പോഴാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ E1ൻ്റെ വാല്യൂ മാക്സിമം ആവുന്ന കേസിലായിരിക്കും. അതായത് E1 എന്ന് പറയുന്ന എനർജി വേരി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ E1 എന്ന് പറയുന്ന എനർജി മാക്സിമം ആവുന്ന കേസിൽ, അതായത് സപ്പോസ് E1 എന്ന് പറയുന്ന എനർജി E1 ഡാഷ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നോർമലി E2 എന്ന് പറയുന്നത് E2 ഡാഷ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു E1 എന്ന് പറയുന്ന എനർജി E2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫറിങ് പ്രോസസ്സ് നടക്കുമ്പോൾ E1ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് എന്തിലേക്ക് മാറും? E1 ഡാഷിലേക്ക് ചേഞ്ച് ചെയ്യും. അതുപോലെ E2 എന്ന് പറയുന്ന എനർജിക്ക് എന്താണ് ഇവിടുന്ന് എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയും എനർജി ചേഞ്ച് ചെയ്യും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E2 ഡാഷ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ, അതായത് E1 എന്ന് പറയുന്നത് E1 ഡാഷ് എന്ന് പറയുന്ന വാല്യൂയിലും എനർജിയിലും E2 എന്ന് പറയുന്നത് E2 ഡാഷ് എന്ന് പറയുന്ന എനർജിയിലുമാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് പറയാം ∂ω0 E1 E2 എന്നുള്ള മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു E1 വെച്ച് നമ്മൾ വേരി എന്താ പറയുക ഡിഫറൻഷ്യൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അറ്റ് ദ വാല്യൂ E1 ഈക്വൽ ടു E1 ഡാഷ് ആൻഡ് E2 ഈക്വൽ ടു E2 ഡാഷ്. അപ്പോൾ E1 ഇപ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ E1 E2 ഡാഷ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ∂ω0 E1 ഡാഷ് E2 ഡാഷ് അറ്റ് ദ വാല്യൂ ഓഫ് E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു ഫംഗ്ഷൻ്റെ മാക്സിമം കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയുള്ള പോയിൻറ്റിനാണ് നമ്മൾ മാക്സിമം പോയിൻ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോ സ്റ്റേറ്റ് മാക്സിമം ആവുന്ന കണ്ടീഷനാണ് നമ്മളിവിടെ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂലാണ് മാക്സിമം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്താം. അപ്പോൾ E1 എന്ന് പറയുന്ന എനർജി, ഒന്നാമത്തെ സിസ്റ്റത്തിലുള്ള എനർജി E1 ഡാഷ് ആവുന്നത് വരെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ്, അതായത് ട്രാൻസ്ഫറിങ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കും. E1 ഡാഷ് എന്ന് പറയുന്ന വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം അതായത് മാക്സിമം വാല്യൂ അവിടെ എന്ത് ചെയ്യുക? എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അതിനെന്ത് അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി അവിടെ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ കാണണം ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിഫറെൻറ്റ് എന്താ പറയുക ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു
ω1 E1 നമുക്കിവിടെ എന്തുപയോഗിക്കണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ω1 E1 ഇൻറ്റു ഡോ ω2 E2 ഡിവൈഡഡ് ബൈ ഡോ E1 അറ്റ് ദ വാല്യൂ ഓഫ് E2 ഈക്വൽ ടു E2 ഡാഷ്, കാരണം E2നെ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പ്ലസ് ഡോ ω1 E1 ഡിവൈഡഡ് ബൈ ഡോ E1 അറ്റ് ദ വാല്യൂ E1 ഈക്വൽ ടു E1 ഡാഷ് ഇൻറ്റു ω2 E2. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു E2 ആണ്, ഡിഫറൻഷ്യൽ നമ്മൾ E1 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ω1 E1 ഡോ ω2 E2 ഡിവൈഡഡ് ബൈ ഡോ E2 ഇൻറ്റു ഡോ E2 ഡിവൈഡഡ് ബൈ ഡോ E1 പ്ലസ് ഡോ ω1 E1 ഡിവൈഡഡ് ബൈ ഡോ E1. ഓക്കെ, ഇവിടെ E2 ഈക്വൽ ടു E2 ഡാഷ്, ഇവിടെ E1 ഈക്വൽ ടു E1 ഡാഷ് ഇൻറ്റു ω2 E2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉണ്ട്, E2 ഈക്വൽ ടു E0 മൈനസ് E1 എന്നുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഡോ E2 ഡിവൈഡ് ബൈ ഡോ E1 ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് എന്തെന്നു, -1 വന്നു. അത് നമ്മൾ സമ്മേഷൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഇത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആവും. സോ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ω1 E1 ഡോ ω2 E2 ഡിവൈഡഡ് ബൈ ഡോ E2 at the value of E2 equal to E2 dash that is equal to ω2 E2 dou ω1 E1 divided by dou E1 at the value of E1 equal to E1 dash. ഓക്കെ, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. E1 വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ചും E2 വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ചും ചെയ്യാണ്. സോ 1 ഡിവൈഡ് ബൈ ω1 ω2 E2 ഡോ ω2 E2 ഡിവൈഡഡ് ബൈ ഡോ E2 E2 equal to E2 dash that is equal to 1 divided by ω1 E1 dou ω1 E1 divided by dou E1. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ലോഗിൻ്റെ ടേംസിലേക്ക് മാറ്റാണ്. ഇതൊരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യലിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാം. ലോഗിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഡോ ln ω2 E2 divided by dou E2 at the value of E2 equal to E2 dash that is equal to dou ln ω1 E1 divided by dou E1 at the value of E1 equal to E1 dash. അപ്പോൾ നമ്മൾ ലോഗിൻ്റെ ഒരു വാല്യൂ ആയിട്ട് നമ്മളിവിടെ അതിനെ മാറ്റി എഴുതി. അപ്പോൾ ഇത് രണ്ടാമത്തെ E2ൻ്റെ ടേംസിലാണ്, ഇത് E1ൻ്റെ ടേംസിലാണ്. ലെറ്റ് ബീറ്റ ഈക്വൽ ടു, ബീറ്റ എന്നുള്ളൊരു നൊട്ടേഷൻ നമ്മൾ കൊണ്ടുവരാണ്. ബീറ്റ ഈക്വൽ ടു ഡോ ln ω ഡിവൈഡഡ് ബൈ ഡോ ഇ എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊണ്ടുവരാണ് അറ്റ് കോൺസ്റ്റൻറ്റ് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു β2 ഈക്വൽ ടു β1 എന്ന് നമുക്ക് എഴുതാം. β2 ഈക്വൽ ടു β1. ഇനി ബീറ്റ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്കൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് നമ്മൾ പ്രൂവ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്, ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ T1 ഈക്വൽ ടു T2 എന്ന് നമുക്ക് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. T1 ഈക്വൽ ടു T2. ദാറ്റ് മീൻസ് രണ്ട് ഫിസിക്കൽ സിസ്റ്റം ഇക്വിലിബ്രിയമാണ് എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നാണ് ഈ ഒരു മീനിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത്
E1 എന്ന് പറയുന്ന E2 ഈക്വൽ ടു E2 ഡാഷ് ആണ്. അതായത് ആ ട്രാൻസ്ഫറിങ് നടക്കുന്ന മാക്സിമം വാല്യൂ. ട്രാൻസ്ഫറിങ് സ്റ്റോപ്പ് ചെയ്യൽ എപ്പോഴാണ്? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുമ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ് എന്ന് നമുക്ക് പറയാം. ആ ഒരു പൊസിഷൻ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എത്തണമെങ്കിൽ രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് T1 ഈക്വൽ ടു T2. ഓക്കെ, that is when two physical system in equilibrium if temperature of one system is equal to the temperature of second system. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ തെർമോഡൈനാമിക്കിൻ്റെ ഫസ്റ്റ് ലോ ഇക്വേഷൻ ദാറ്റ് ഈസ് dQ ഈക്വൽ ടു T dx ദാറ്റ് ഈസ് ഈക്വൽ ടു dE പ്ലസ് PdV മൈനസ് മ്യൂ dN എന്നുള്ള ഫെമിലർ ആയിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. ആ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യാണ്. ഇതിൽ ഇൻറ്റേർണൽ എനർജിയാണ്, ഇത് വർക്ക് ഡൺ ആണ്, ഇത് കെമിക്കൽ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമാണ്, ഇത് എൻട്രോപ്പിയാണ്. ഈ ആദ്യത്തെ രണ്ട് സിസ്റ്റം പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസാണ്. ഈ ടേം ഓപ്പൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ ടേം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസും നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത രണ്ട് സിസ്റ്റത്തിൽ വോളിയം അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ T dx ഈക്വൽ ടു dE എന്ന് നമുക്ക് പറയാം. ഫ്രം ദിസ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ഇ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T എന്ന് നമുക്ക് കിട്ടും. 1/T. ഇനി ബോൾട്സ്മാൻ റിലേഷൻ പ്രകാരം എക്സ് ഈക്വൽ ടു എൻട്രോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ln ഓഫ് ഒമേഗ എന്നതാണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു കെ ln ഒമേഗ എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഈ റിലേഷനാണ് ബോൾട്സ്മാൻ റിലേഷൻ എന്നാണ് പറയുക. ബോൾട്സ്മാൻ റിലേഷൻ. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എൻട്രോപ്പി നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ എൻട്രോപ്പി നമുക്ക് എക്സ് ഈക്വൽ ടു കെ ln ഒമേഗ എന്നുണ്ട്. സോ ഫ്രം ദിസ് കെ ഇൻറ്റു ഡോ ln ഒമേഗ ഡിവൈഡ് ബൈ ഡോ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ln ഒമേഗ ഡിവൈഡ് ബൈ ഡോ ഇ അറ്റ് വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റൻറ്റ്, എനർജി ഈസ് വേരി. എനർജി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഡോ ln ഒമേഗ ഡിവൈഡ് ബൈ ഡോ ഇ അതെന്തായിരുന്നു? ബീറ്റ എന്നുള്ള ടേംസ് ആയിരുന്നു. സോ നമുക്കവിടെ ബീറ്റ എന്നുള്ള ടേംസ് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കെ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 1/T. ഫ്രം ദിസ് ബീറ്റ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ KT. ഇറ്റ് മീൻസ് ദാറ്റ് ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യം. അപ്പോൾ ബീറ്റ എന്നുള്ള ടേംസ് എന്തിന് പ്രൊപ്പോർഷണലായിട്ട് കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T, ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു റിലേഷൻ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ബോൾട്സ്മാൻ റിലേഷൻ വെച്ചിട്ടായിരുന്നു. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു കെ ln ഒമേഗ. ഇയർ എസ് ഇസ് ദ എൻട്രോപ്പി ആൻഡ് ഒമേഗ ഇസ് ദ മൈക്രോ സ്റ്റേറ്റ്. സോ എൻട്രോപ്പി തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒമേഗ എന്ന് പറയുന്നത് മൈക്രോ സ്റ്റേറ്റ്, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ എസ് ഈക്വൽ ടു കെ ln ഒമേഗ എന്ന് പറയുന്നത് മൈക്രോ സ്റ്റേറ്റും തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള ഒരു റിലേഷനാണ് എന്ത്? എസ് ഈക്വൽ ടു കെ ln ഒമേഗ എന്നുള്ളത്. അതായത് രണ്ടും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റാണ് ഈ റിലേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എനർജി, വോളിയം എന്നതിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഒമേഗ എന്ന് പറയുന്നതും അതായത് ആ സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എക്സിനെയും ഒമേഗനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തേർഡ് ലോ ഒക്കെ നമുക്ക് കൊണ്ടുവരാണെങ്കിൽ നമ്മളൊരു യുണീക്കായിട്ടുള്ള ഒരു മൈക്രോ സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒമേഗ ഈക്വൽ ടു 1. ഒമേഗ ഈക്വൽ ടു 1 ആണെങ്കിൽ അക്കോർഡിംഗ് ടു ഫ്രം ഇക്വേഷൻ കെ ln ഒമേഗ എന്നതാണ്. ഫ്രം ദിസ് എക്സ് ഈക്വൽ ടു 0. ഇത് മീൻ ചെയ്യുന്നത് തേർഡ് ലോ തെർമോഡൈനാമിക്സ് ആണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തെർമോഡൈനാമിക്സും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് എ ബോൾട്സ്മാൻ റിലേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു
K, Ln, omega, where S is the entropy and omega is the micro state. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ ഇംപെർമിബിൾ, ഫിക്സഡ് ആൻഡ് ഈച്ച് കണ്ടക്റ്റിംഗ് എന്നതായിരുന്നു. അതിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് മൂവബിൾ. ഫിക്സഡ് എന്ന് പറയുന്നതിന് പകരം മൂവബിൾ എന്നുള്ളൊരു കണ്ടീഷൻ കൂടി നമ്മൾ കൊടുക്കുകയാണ്. സോ ആ ഒരു കേസിൽ വോളിയം ചേഞ്ച് ചെയ്യും, വോളിയം എനർജിയും ചേഞ്ച് ചെയ്യും, പകരം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിലനിർത്താണ്. ആ ഒരു കേസിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ, അല്ലാതെ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുന്നത് എപ്പോഴാണ് എന്നുള്ളത് കാര്യമാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.